എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സിൻ്റെ MCQ സീരീസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളുടെ കളക്ഷനിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഒരു മെട്രിക്സ് ആണ് 2 3 1 2 എന്ന മെട്രിക്സിൻ്റെ പ്രതിലോമം എന്താണ് എന്നാണ് ചോദ്യം. ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്താണ് എന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക? എ ഇൻവേഴ്സിൻ്റെ ഫോർമുല എന്താണ്? മെട്രിക്സിനെ എന്ന് വിളിക്കുകയാണെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. ശരിയല്ലേ? അഡ്ജോയിൻ്റ് എഴുതാനുള്ള എളുപ്പവഴി നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക. അത് ഇൻ്റർചേഞ്ച് ചെയ്താലും വ്യത്യാസമൊന്നുമില്ല. 2ഉം 2ഉം ഇൻ്റർചേഞ്ച് ചെയ്താലും ബാക്കി രണ്ട് എലമെൻറ്റ്സ് സൈൻ ചേഞ്ച് ചെയ്യുക. -3 -1. ഇനി എന്ത് ചെയ്യുക? ഡിറ്റർമിൻ്റ് കൊണ്ട് ഹരിക്കുക. ഡിറ്റർമിൻ്റ് എന്താണ്? 4 - 3 ആണ് ഡിറ്റർമിൻ്റ്. ശരിയാണല്ലോ? ആൻസർ വരുന്നത് എന്താണ്? 1 കൊണ്ട് ഹരിച്ചാൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. 2 - 3 -1 2 എന്നുള്ളതാണ് നമുക്ക് എ ഇൻവേഴ്സ് വരിക. ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ഡി, 2 - 3 -1 2 ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യം. ഇൻ്റഗ്രൽ 0 to ∞ e⁻⁻ x dx. നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. e⁻⁻നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ e⁻⁻x ബൈ -1 എന്നാണ് വരിക. -xൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഹരിക്കണം അല്ലേ? ഓവർ ദ ലിമിറ്റ് 0 to ∞. ആ മൈനസ് കോമൺ ആണ്, കോൺസ്റ്റൻ്റ് ആണ്, അത് ഔട്ട് സൈഡ് എടുത്തു. e⁻⁻x മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് കൊടുത്താൽ മതി. മൈനസ് ഓഫ് e⁻⁻∞ എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ e⁻⁻∞ മൈനസ് e⁻0 എന്നാണ് വരിക. e⁻0 ശരിയല്ലേ? e⁻0 ശരിയാണല്ലോ? ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. e⁻⁻∞ മൈനസ് e⁻0. e⁻0 എന്ന് പറയില്ലല്ലോ, 0ക്ക് പ്ലസും മൈനസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് 0 എന്ന് തന്നെ എഴുതിയാൽ മതി. e⁻⁻∞ എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. എങ്ങനെയാണ് അത് 0 ആവുക? e⁻⁻∞ എന്ന് പറഞ്ഞാൽ 1/e⁻∞ ആണ്. അത് 1/∞ ആണ്. 1/∞ എന്താണ്? 0 ആണ്. മൈനസ് ഓഫ് 0 മൈനസ് e⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, മൈനസ് ഓഫ് -1 ആൻസർ എന്താണ് വരിക? 1 ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3 കോമ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ x/x-1 ആണ് എങ്കിൽ f കോമ്പോസിഷൻ f(2) എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, നോക്കാം. അപ്പോൾ ആദ്യമേ f കോമ്പോസിഷൻ f(x) കണ്ടുപിടിക്കാം. f കോമ്പോസിഷൻ f(x) എന്നുള്ളത് f(x) ആണ്. f(x)ന് പകരം x/x-1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. f(x)ൽ x റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇനി എന്ത് കൊടുക്കുക? x/x-1 കൊടുക്കുക. നമുക്കറിയാം f(x) എന്ന് പറഞ്ഞാൽ എന്താണ്? x/x-1 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് f(x/x-1 ആണ്. അതായത് f(x)ലെ x റീപ്ലേസ് ചെയ്തുകൊണ്ട്, f(x)നകത്ത് x റീപ്ലേസ് ചെയ്തുകൊണ്ട് x/x-1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് വരിക? x/x-1/x/x-1 -1 എന്ന് വരും. ശരിയാണല്ലോ? x/x-1 താഴെ ക്രോസ് ചെയ്താൽ x-(x-1/x-1 എന്ന് വരും. x-1 ക്യാൻസൽ ചെയ്താൽ മുകളിൽ x ഉണ്ടാവും, താഴെ x-(x+1) എന്നാണ് വരിക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലേ, മൈനസ് ഉള്ളിലേക്ക് വരുമ്പോൾ -x -(-1 +1) +x -x ക്യാൻസൽ, x/1 ആൻസർ എന്താണ്? x ആണ് ആൻസർ വരിക. കോമ്പോസിഷൻ എടുത്താൽ f കോമ്പോസിഷൻ f(x) x ആണെങ്കിൽ അതെന്താണ്? ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വരേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് ഔട്ട്പുട്ട് കിട്ടുക. അതായത് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് x തന്നെയാണ് തിരിച്ച് കിട്ടുക. നമുക്ക് f കോമ്പോസിഷൻ f(2) ആണ് വേണ്ടത്. f കോമ്പോസിഷൻ f(x) x ആയതുകൊണ്ട് f കോമ്പോസിഷൻ f(2) എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 2 തന്നെയായിരിക്കും ആൻസർ വരിക അല്ലേ?
എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ആൻസർ ഈസ് 2. ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. ഓപ്ഷൻ ഡി 2 ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 4ാമത്തെ ചോദ്യം. പാരാമെട്രിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. y ഈസ് ഈക്വൽ ടു സൈൻ ടി, എക്സ് ഈസ് ഈക്വൽ ടു കോസ് ടി ആയാൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്താണ്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ എന്ത് കണ്ടുപിടിക്കാം? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. ഡി വൈ ബൈ ഡി എക്സ് എന്താണ്? ഫംഗ്ഷൻ ഓഫ് ടി ആണ്, എക്സും വൈയും. സോ ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി എന്നാണ് വരിക. സോ വൈനെ നമ്മൾ എന്ത് ചെയ്യുക? ടി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വൈനെ ടി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വൈ സൈൻ ടി ആണ്. സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ടി ആണ്. കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി മൈനസ് കോസ് ടി ബൈ സൈൻ ടി എന്താണ്? കോട്ട് ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കോട്ട് ടിയുടെ ഡെറിവേറ്റീവ്. മൈനസ് മാറ്റി നിർത്തിയാൽ കോട്ട് ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് കൊസീക് സ്ക്വയർ ടി. ശരിയാണല്ലോ. മൈനസ് കൊസീക് സ്ക്വയർ ടി ഇൻറ്റു ഇനി എന്ത് ചെയ്യണം? ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി ടി ബൈ ഡി എക്സും കൂടെ വരും. അത് എന്ത് ചെയ്യരുത്? മറന്നു പോകരുത് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ 2 മൈനസുകൾ ചേർത്തിട്ട് നമുക്ക് എന്താക്കാം? പ്ലസ് ആക്കാം. ശരിയല്ലേ? 2 മൈനസുകൾ ചേർന്നിട്ട് എന്താവുന്നുണ്ട്? അവിടെ 2 മൈനസുകൾ ചേർന്നിട്ട് പ്ലസ് ആവുന്നുണ്ട്. ബാക്കി കൊസീക് സ്ക്വയർ ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. അതിനകത്ത് ഡി എക്സ് ബൈ ഡി ടി നമ്മുടെ കയ്യിലുണ്ട്. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മൈനസ് സൈൻ ടി ആയിരുന്നു അല്ലേ? അപ്പോൾ ഇത് റെസിപ്രോക്കൽ എടുത്താൽ ഡി ടി ബൈ ഡി എക്സ് എന്താണ് വരിക? മൈനസ് സൈൻ ടിയുടെ റെസിപ്രോക്കൽ എന്താണ്? കൊസീക്ക് ടി. ഓക്കെ. സോ കൊസീക് സ്ക്വയർ ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സിന് പകരം മൈനസ് കൊസീക്ക് ടി നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ മൈനസ് കൊസീക് സ്ക്വയർ ടിയും കൊസീക് ടിയും കൂടെ ചേർന്ന് കൊസീക്ക് ക്യൂബ് ടി ആണ് ആൻസർ വരിക. So option C minus cosec cube t is the required solution. മൈനസ് കൊസീക്ക് ക്യൂബ് ടി ആണ് ആൻസർ വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എങ്ങനെയാണ് ഡി ടി ബൈ ഡി എക്സ് വന്നതെന്ന് അറിയാലോ. കാരണം നമ്മളിവിടെ എക്സ് കൊണ്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചെയിൻ റൂൾ പ്രകാരം ഇൻസൈഡ് ഉള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സ് കൊണ്ട് എടുക്കണം. ഇൻസൈഡ് വരുന്ന ഫംഗ്ഷൻ എക്സ് ആണെങ്കിൽ ഇൻറ്റു 1 വരും. പക്ഷെ ഇവിടെ ടി ആണ് ഇൻസൈഡ് ഫംഗ്ഷൻ. അപ്പോൾ ടിയുടെ ഡെറിവേറ്റീവ് ഡി ടി ബൈ ഡി എക്സ് വരുന്ന കാര്യം എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. അത് വെച്ചിട്ടാണ് നമുക്ക് ഫൈനലായിട്ടുള്ള ആൻസർ വരിക. സോ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 5. എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ 1/x ആണ്. ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ. സോ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ആരാണ്? 1/x. ജി ഓഫ് 1/x ആണ് കണ്ടുപിടിക്കേണ്ടത്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. ജി ഓഫ് 1/x എന്ന് പറഞ്ഞാൽ 1/xൻ്റെ സ്ക്വയർ മൈനസ് 1, അതായത് 1/x സ്ക്വയർ മൈനസ് 1 എന്നാണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി 1/x സ്ക്വയർ മൈനസ് 1 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 6ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 6. tan ഇൻവേഴ്സ് 1/3 പ്ലസ് tan ഇൻവേഴ്സ് 1/5 പ്ലസ് tan ഇൻവേഴ്സ് 1/7 പ്ലസ് tan ഇൻവേഴ്സ് 1/8. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം തന്നെയാണ്. സോ ഇതിൻ്റെ ആൻസർ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുക tan ഇൻവേഴ്സ് 1 എന്നാണ് കിട്ടുക. അതിൻ്റെ ആൻസർ π/4 ആണ്. ചെയ്ത് കാണിക്കാം. ഇത് ഓർത്ത് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര എളുപ്പമാണ്. കാരണം 1/3, 1/5, 1/7 ഡിനോമിനേറ്റേഴ്സ് 2 കൂടി പോകുന്നു. അവസാനം വരുന്ന കേസിൽ 1 കൂടുന്നു. 7 നിന്ന് 1 കൂടി 8 ആവുന്നു. ആ കേസിൽ tan ഇൻവേഴ്സ് 1 ആണ് വരുന്നതെന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ π/4 പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് ഫോർമുല എന്താണ് വരിക? tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ എന്നുള്ളത് tan ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ ആണ്. ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ 2 പെയേഴ്സ് എടുത്ത് ചെയ്യുക. അടുത്ത 2 പെയറും റിസൾട്ട് യൂസ് ചെയ്യുക. ഓക്കെ. സോ tan ഇൻവേഴ്സ് ആദ്യത്തെ 2 എണ്ണം ഇത് എക്സ് ആയിട്ടും ഇത് വൈ ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ 1/3 പ്ലസ് 1/5 ബൈ 1 മൈനസ് 1/3 ഇൻറ്റു 1/5.
പ്ലസ് അടുത്ത രണ്ട് ബയേഴ്സ് ഇത് എക്സ് ആയിട്ടും ഇത് വൈ ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ സെയിം റിസൾട്ട് ടാൻ ഇൻവേഴ്സ് 1/7 പ്ലസ് 1/8 ബൈ 1 മൈനസ് 1/7 ഇൻറ്റു 1/8. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക എന്ന് പറഞ്ഞേ, ടാൻ ഇൻവേഴ്സ് ക്രോസ് ചെയ്താൽ 5 3 8 ബൈ 3 15 ബൈ 3 15 മൈനസ് 1 14 ബൈ 15 എന്ന് വരും. 15 15 ക്യാൻസൽ ചെയ്യാം. പ്ലസ് ടാൻ ഇൻവേഴ്സ് 8 7 അല്ല 8 പ്ലസ് 7 8 7 15 ബൈ 7 ഇൻറ്റു 8 എന്തായാലും വെട്ടിപ്പോവും അല്ലേ, 7 8 56 വരും ബൈ 56 മൈനസ് 1 എന്നുള്ളത് 54 വരും, 55 വരും അല്ലേ, 55 ബൈ 56 അവിടെ 56 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ബാക്കി എന്താണ് വരിക, ദിസ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 8/14 പ്ലസ് ടാൻ ഇൻവേഴ്സ് 15/55 ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് കട്ട് ചെയ്തെടുത്താൽ 4/7 എന്ന് വരും പ്ലസ് ടാൻ ഇൻവേഴ്സ് 5 കൊണ്ട് കട്ട് ചെയ്താൽ 3 5 15 11 ഗുണം 5 ആണ് 55. ഓക്കെ, എഗെയിൻ എന്ത് അപ്ലൈ ചെയ്യാം നമ്മൾ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ 4/7 പ്ലസ് 3/11 ബൈ 1 മൈനസ് 4/7 ഇൻറ്റു 3/11 നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ദിസ് വിൽ ബിക്കം ഫൈനലി ആൻസർ എന്താണ് വരിക, ടാൻ ഇൻവേഴ്സ് 44 പ്ലസ് 21/77 ബൈ 77 മൈനസ് 12 ബൈ 77 77 ക്യാൻസൽ, ടാൻ ഇൻവേഴ്സ് 4 1 5 4 2 6 65 ബൈ 77 നിന്ന് 12 കുറച്ചാലും 65 65 65 ക്യാൻസൽ ആവും. സോ ഫൈനലി ആൻസർ എന്താണ് വരിക, ടാൻ ഇൻവേഴ്സ് 1 എന്നാണ് ആൻസർ വരിക. അതിൻ്റെ ആൻസർ എന്താണ്, ടാൻ ഏത് ആംഗിളാണ് 1 വരിക, ടാൻ 45 ഡിഗ്രി ആണ് 1 വരിക. സോ ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/4 ആണ് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ ബി π/4 ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, ഇത് ടെക്സ്റ്റിലുള്ള ചോദ്യം ആയതുകൊണ്ട് തന്നെ ഓർത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ സാധാരണഗതിയിൽ HSAക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമ്പേഴ്സ് ഓർത്തിരിക്കുന്നതിന് വലിയ പ്രയാസമില്ല. 1/3 ഡിനോമിനേറ്റർ 2 കൂട്ടി 1/5 എഗെയിൻ ഡിനോമിനേറ്റർ 2 കൂട്ടി 1/7 പിന്നെ അവസാനം ഡിനോമിനേറ്റർ 1 കൂട്ടി 1/8. ഈ ഒരു കോമ്പിനേഷനിൽ ടാൻ ഇൻവേഴ്സിൻ്റെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ ആൻസർ ടാൻ ഇൻവേഴ്സ് 1 π/4 ആയിരിക്കും ഫൈനലി വരിക എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് അത്യാവശ്യം സമയം ലാഭിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് 7ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 7, f of z is equal to 2z plus 1/z² minus 2z plus 2 എന്ന സമ്മിശ്ര ഏകതത്തിൻ്റെ z is equal to 2വിലെ റെസിഡ്യൂ എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ റെസിഡ്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്, റെസിഡ്യൂ ഓഫ് f of z at z is equal to 2 is equal to ന്യൂമറേറ്റർ ആസ് ഇറ്റ് ഈസ്, ന്യൂമറേറ്റർ അതേപോലെ തന്നെ ഇടുക 2z plus 1, ഡിനോമിനേറ്റർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, z² ഡെറിവേറ്റീവ് 2z, z ഡെറിവേറ്റീവ് 1, 2 ഡെറിവേറ്റീവ് 0 അറ്റ് ആ പോയിന്റ് കൊടുത്താൽ മതി. z is equal to 2, സോ 2 into 2 plus 1/2 into 2 minus 1 എന്നാണ് വരിക. ഓക്കെ, സോ 4 plus 1 5/4 minus 1 3 5/3 ആണ് നമുക്ക് z is equal to 2വിലെ റെസിഡ്യൂ കിട്ടുക. ഓപ്ഷൻ ബി 5/3 is the required solution. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 8, e raised to x into root -1 plus e raised to -x into root -1ൻ്റെ x is equal to π/4ലെ വില എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം റൂട്ട് -1 എന്ന് പറയുന്നതാണ് അയോട്ട എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, i എന്ന് പറയുന്നത്. സോ e raised to ix എന്ന് വരും പ്ലസ് e raised to -ix എന്ന് വരും. ഇതെന്താണ് സാധനം, ഓയിലേഴ്സ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഓയിലേഴ്സ് ഇക്വേഷൻ, e raised to ix എന്ന് പറഞ്ഞാൽ അത് cos x പ്ലസ് i sin x ആണ്. e raised to -ix എന്ന് പറഞ്ഞാലോ അത് cos x മൈനസ് i sin x ആണ്. അപ്പോൾ ഓയിലേഴ്സ് ഇക്വേഷൻ നമ്മളിവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. e raised to ixന് പകരം cos x പ്ലസ് i sin x കൊടുക്കുക.
പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ എക്സിന് പകരം കോസ് എക്സ് മൈനസ് ഐ സൈൻ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലസ് ഐ സൈൻ എക്സും മൈനസ് ഐ സൈൻ എക്സും ക്യാൻസൽ. കോസ് എക്സ് പ്ലസ് കോസ് എക്സ് എന്നുള്ളത് 2 കോസ് എക്സ് ആവും. ഓക്കെ, ഇനി എക്സിന് എന്ത് കൊടുത്താൽ മതി? π/4 കൊടുത്താൽ മതി. 2 ഇൻറ്റു കോസ് π/4. സോ 2 ഇൻറ്റു കോസ് 45. കോസ് 45 1/√2 ആണ്. സോ 2നെ എനിക്ക് √2 ഇൻറ്റു √2 എന്ന് എഴുതാം. ബൈ 1/√2. ഒരു √2 ക്യാൻസൽ ഔട്ട് ചെയ്താൽ √2 ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി √2 ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 8ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 9ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 9. u ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 2xy പ്ലസ് 2x എന്നത് രേഖീയ ഭാഗമായ, അതായത് റിയൽ പാർട്ടായ ഒരു അനലറ്റിക് ഏകതം, അനലറ്റിക് ഫംഗ്ഷൻ ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, സോ അനാലിറ്റിക് ഫംഗ്ഷനാണ്. CR ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ux ഇസ് ഈക്വൽ ടു vy ആയിരിക്കും. uy ഇസ് ഈക്വൽ ടു മൈനസ് vx ആയിരിക്കും എന്നൊക്കെ നമുക്കറിയാം. സോ ഇതൊരു റിയൽ പാർട്ടായിട്ട് വരുന്ന അനലറ്റിക് ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, അനലറ്റിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഫോർമുല നമുക്കറിയാം. f' എന്ന് പറഞ്ഞാൽ ux പ്ലസ് ഐ വി എക്സ് ആണ്. i ഇൻറ്റു വി എക്സ്, ഇതാണ് ഫോർമുല അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് അനലറ്റിക് ഫംഗ്ഷൻ f' എന്ന് പറഞ്ഞാൽ ux പ്ലസ് ഐ വി എക്സ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ദെൻ നമുക്ക് u ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യം, ഈ ഒരു ഇക്വേഷൻ യുവിൻ്റെ ടേംസിലേക്ക് മാറ്റുക. കംപ്ലീറ്റ്ലി യുവിൻ്റെ ടേംസിലേക്ക് മാറ്റിയാൽ ux വി എക്സിന് പകരം ഞാൻ എന്ത് കൊടുക്കുക? മൈനസ് യു വൈ കൊടുക്കുക. മൈനസ് ഐ യു വൈ എന്ന് മാറ്റാം. ശരിയല്ലേ? ഫ്രം CR ഇക്വേഷൻ uy ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് ആണ്. അവിടുന്ന് വി എക്സിന് പകരം മൈനസ് യു വൈ കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോൾ നമുക്ക് യു എക്സും യു വൈയും കണ്ടുപിടിച്ച് ഇവിടേക്ക് കൊടുക്കാം. എന്നിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എഫ് ഓഫ് ഇസഡ് എടുക്കാം. ശരിയാണല്ലോ? f' ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഇസഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റും? f' എടുക്കാൻ പറ്റും. ശരിയല്ലേ? നോക്കിക്കേ, ux എന്ന് പറഞ്ഞാൽ എന്താണ്? 2xy പ്ലസ് 2x ആണ്. ഓക്കെ, യു എന്ന് പറഞ്ഞാൽ ux കണ്ടുപിടിക്കാൻ നമുക്ക്. യു എന്ന് പറഞ്ഞാൽ 2xy പ്ലസ് 2x ആണ്. ux എടുത്താൽ എന്താണ് വരിക? എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. 2 ഇൻറ്റു എക്സിൻ ഡെറിവേറ്റീവ് 1 y പ്ലസ് 2 ഇൻറ്റു എക്സിൻ ഡെറിവേറ്റീവ് 1, അതായത് 2y പ്ലസ് 2 ആണ് കിട്ടുക. ശരിയല്ലേ? സോ ux അറ്റ് z0 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ux അറ്റ് z0, അതായത് എക്സിന് ഇസഡും വൈക്ക് 0യും കൊടുക്കുക. വൈക്ക് 0 കൊടുത്താൽ 2 ഇൻറ്റു 0, എക്സ് ഇല്ല കൊടുക്കാനായിട്ട് പ്ലസ് 2. സോ ദ ആൻസർ ഈസ് 2. ഇനി സിമിലർലി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? uy അറ്റ് z0 കണ്ടുപിടിക്കണം. മിൽനെ തോംസന്റെ റിവേഴ്സ് ആണ് ചെയ്യുന്നത് കേട്ടോ. മിൽനെ തോംസൺ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ux അറ്റ് z0 കണ്ടുപിടിച്ചു. ഇനി അടുത്ത എന്താണ്? uy കണ്ടുപിടിക്കുക. uy എന്ന് പറയുമ്പം 2x കോൺസ്റ്റൻറ്റ്, വൈയുടെ ഡെറിവേറ്റീവ് 1 ആവും. പ്ലസ് 2x കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0 ആവും. uy അറ്റ് z0, അപ്പോൾ എക്സിന് z കൊടുക്കുക. ആൻസർ എന്ത് വരും? 2z എന്ന് വരും. ഓക്കെ, y ഇല്ല കൊടുക്കാനായിട്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇത് നമ്മൾ എവിടേക്ക് കൊടുക്കുക? ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം f' ഇസ് ഈക്വൽ ടു യുഎക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ux അറ്റ് z0 എന്നുള്ളത് 2 ആണ്. മൈനസ് ഐ ഇൻറ്റു uy അറ്റ് z0 എന്നുള്ളത് 2z ആണ്. ഇതാണ് f'. അവിടുന്ന് എഫ് ഓഫ് ഇസഡ്, അനലറ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ f'നെ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ശരിയാണല്ലോ? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അനലറ്റിക് ഫംഗ്ഷനായി. ദെർഫോർ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ f' dz. ശരിയല്ലേ? സോ 2ൻ്റെ ഇൻ്റഗ്രൽ 2z മൈനസ് ഐ ഇൻറ്റു 2 ഇൻറ്റു ഇസഡിൻ്റെ ഇൻ്റഗ്രൽ z²/2. 2 ഇൻറ്റു ക്യാൻസൽ ആയാൽ 2z മൈനസ് ഐ z² ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ? യെസ്, ഓപ്ഷൻ ഡി 2z മൈനസ് ഐ z² ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓപ്ഷൻ ഡി 2z മൈനസ് ഐ z² ആണ്. കണ്ടോ? 2z മൈനസ് ഐ z² പ്ലസ് സി ഉണ്ട് നോർമലി, പക്ഷേ ഓപ്ഷൻസിൽ പ്ലസ് സി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. 2z മൈനസ് ഐ z² എന്നുള്ള രീതിയിലാണ് നമുക്ക് ആൻസർ വരുന്നുണ്ടാവുക. ഓപ്ഷൻ ഡി ആണ് 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 10ാമത്തെ ചോദ്യം നോക്കിയോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 10. x² ഈക്വൽ ടു 4ay എന്ന സമവക്ര കൂട്ടത്തിൻ്റെ
അവകലജ സമവാക്യം എന്ത് എന്നാണ് ചോദ്യം. x² = 4ay എന്ന സമവക്ര കൂട്ടത്തിൻ്റെ അവകലജ സമവാക്യം എന്ത്? അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫാമിലി ഓഫ് പരാബോള, അതാണ് സമവക്ര കൂട്ടം എന്ന് പറയുന്നത്. അവകലജ സമവാക്യം എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫാമിലി ഓഫ് പരാബോളയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഒറ്റ ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ ഉള്ളത്. എ എന്ന് പറഞ്ഞ ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ്, 4 ഫിക്സഡ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1 ആയിരിക്കണം. ഇപ്പോൾ സെക്കൻഡ് ഓർഡറിലേക്കൊന്നും പോകണ്ടെന്ന് ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞു വയ്ക്കുകയാണ്. ഓപ്ഷൻസ് എല്ലാം ഫസ്റ്റ് ഓർഡർ ആണ്, പിന്നെ കൺഫ്യൂഷൻസ് ഇല്ല. x² = 4ay ഡിഫറൻഷിയേറ്റിംഗ് ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ്, x²ൻ്റെ ഡെറിവേറ്റീവ് 2x, 4a കോൺസ്റ്റൻറ്റ്, y-യുടെ ഡെറിവേറ്റീവ് dy/dx. അപ്പം എ ആണ് ഒഴിവാക്കേണ്ടത്. ഫ്രം ദാറ്റ് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് 4a = x² എന്ന് കൊടുക്കാം. ഇവിടെ 4aക്ക് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2x = 4aക്ക് പകരം x² ഇൻറ്റു dy/dx എന്ന് വരും. ഒരു എക്സും സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ചെയ്യാം. ക്രോസ് ചെയ്താൽ 2y = x ഇൻറ്റു dy/dx. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക അല്ലേ. x ഇൻറ്റു dy/dx = 2y is the required differential equation of the family of parabola. ഓക്കെ, അതായിരുന്നു നമ്മുടെ 10ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 11. 38, 39, 40, 52, 59, 67, 73, 77, 149, 248 എന്നീ വികലങ്ങളുടെ രണ്ടാം ചതുരംശം ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, എന്നീ വിലകങ്ങളുടെ രണ്ടാം ചതുരംശം ഏത്? രണ്ടാം ചതുരംശം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ മീഡിയൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം അല്ലേ. 38 നമുക്ക് അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. 38, 39, 40, 52, 59, 67, 73, 77, 149, 248 അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അസെൻഡിങ് ഓർഡറിലാക്കാൻ പോകണ്ട. അസെൻഡിങ് ഓർഡറിൽ അല്ലാന്നുണ്ടെങ്കിൽ അസെൻഡിങ് ഓർഡറിലാക്കിയിട്ട് വേണം മീഡിയൻ എഴുതാൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡ് മോസ്റ്റ് വാല്യൂ എന്നാണ് അല്ലേ. മിഡ് മോസ്റ്റ് അല്ലെങ്കിൽ മിഡിൽ വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ മിഡിൽ വാല്യൂ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് വരിക. കറക്റ്റ് നടുക്ക് വരുന്നത് ആരാണെന്ന് നോക്കുക. യെസ്, അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നടുക്ക് 2 പേരുണ്ട്. 2 പേര് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ മീൻ ആയിരിക്കും അതിൻ്റെ മിഡ് മോസ്റ്റ് വാല്യൂ. ശരിയല്ലേ? സോ 2 പേര് വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നടുക്ക് ഒരാളെ ഉള്ളെങ്കിൽ അയാളെ ആൻസർ ആയിട്ട് എടുക്കാം. നടുക്ക് 2 പേര് വരികയാണെങ്കിൽ അവരുടെ മീൻ ആയിരിക്കും ആൻസർ വരിക അല്ലേ. 59ൻ്റെയും 67ൻ്റെയും മീൻ എത്രയാണ്? 59 + 67/2 ശരിയാണല്ലോ. 9ഉം 7ഉം 16, 6 ശിഷ്ട 1, 6, 5, 11, 1, 12 126/2 63 ആൻസർ വരിക. ഓപ്ഷൻ ബി 63 is the required solution. 63 ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? സംഭവം സെറ്റ് അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 12ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 12. പോസിറ്റീവ് സ്ക്യൂനത ഉള്ള ഒരു ഡാറ്റയ്ക്ക് താഴെ പറയുന്നതിൽ ഏതാണ് ശരി? പോസിറ്റീവ് സ്ക്യൂനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും വലുത് എന്തായിരിക്കും? പോസിറ്റീവ് സ്ക്യൂനസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ വരുന്ന ഒരു എക്സ് ആക്സിസിൽ ഇങ്ങനെ വരുന്ന ഒരു കർവ് ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ അവിടെ ഏറ്റവും വലുത് എന്താണ്? ഏറ്റവും വലുത് മോഡാണ്. അതിൻ്റെ ചെറുത് എന്തായിരിക്കും? മീഡിയൻ ആയിരിക്കും. ഏറ്റവും ചെറുത് എന്തായിരിക്കും? മീൻ ആയിരിക്കും. മാധ്യമാണ് ഏറ്റവും ചെറുത്, മധ്യാങ്കമാണ് അതിനേക്കാൾ വലുത്, മോഡാണ് ഏറ്റവും വലുത്. ശരിയാണല്ലോ. അപ്പം മോഡ് ലെസ് ദാൻ, മീഡിയൻ ലെസ് ദാൻ, മീൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് ആൻസർ വരിക. ഓപ്ഷൻ ബി. മോഡ് ലെസ് ദാൻ, മീഡിയൻ ലെസ് ദാൻ, മീൻ. മോഡ് ലെസ് ദാൻ, മധ്യാങ്കം ലെസ് ദാൻ, മാധ്യം എന്നുള്ള രീതിയിലാണ് നമുക്ക് ആൻസർ വരിക. ഇതാണ് 12ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 13.
ഇനി പറയുന്ന ഏത് സന്ദർഭത്തിലാണ് ഹിസ്റ്റോഗ്രാം ഉപയോഗിക്കാൻ കഴിയുക എന്നാണ് ചോദ്യം. ഹിസ്റ്റോഗ്രാം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? ക്ലാസ് ഇടവേളകൾ സമമോ അസമമോ ആകുമ്പോൾ, ക്ലാസ് ഇടവേളകൾ തുല്യമാകുമ്പോൾ, ക്ലാസ് ഇടവേളകൾ അസമമാകുമ്പോൾ, ക്ലാസ് ഇടവേളകൾ ആവർത്തികൾ ഫ്രീക്വൻസികൾ തുല്യമാകുമ്പോൾ. ഓക്കെ, ഫ്രീക്വൻസിയെക്കുറിച്ച് ഹിസ്റ്റോഗ്രാമിൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. ക്ലാസ് ഇൻ്റർവെല്ലിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ക്ലാസ് ഇൻ്റർവെല്ല് സെയിം ആകുമ്പോഴാണ് അല്ലേ, ക്ലാസ് ഇൻ്റർവെൽസ് സെയിം ആകുമ്പോഴാണ് നമുക്ക് ഹിസ്റ്റോഗ്രാം ഉപയോഗിക്കാം. ശരിയല്ലേ? ഇങ്ങനെ വരുന്ന ഗ്രാഫിനെയാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം എന്ന് വിളിക്കുക. ശരിയാണല്ലോ? അപ്പം അതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽസ്, ഈ കാണുന്ന ഇടവേളകൾ, ക്ലാസ് ഇൻ്റർവെൽസ് എന്തായിരിക്കണം? ക്ലാസ് ഇടവേളകൾ സെയിം ആയിരിക്കണം. ഓക്കെ, സെയിം ക്ലാസ് ഇൻ്റർവെൽസ് ആയിരിക്കണം എന്തിനുള്ളത്? ഹിസ്റ്റോഗ്രാമിനുള്ളത്. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ക്ലാസ് ഇടവേളകൾ തുല്യമാണ് എന്നതാണ് ഉത്തരം വരിക. അടുത്തതിലേക്ക് വരാം. 14ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 14. രണ്ട് സംഖ്യകളുടെ അരിത്തമെറ്റിക് മീൻ 6.5ഉം അവയുടെ ജോമെട്രിക് മീൻ 6ഉമായി കഴിഞ്ഞാൽ AM 6.5ഉം GM 6ഉം ആണെങ്കിൽ ആ നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ അരിത്തമെറ്റിക് മീൻ ഇസ് ഈക്വൽ ടു 6.5. ഇപ്പം ഇഫ് എ ആൻഡ് ബി എന്താണ്? അരിത്തമെറ്റിക് മീൻ ഓഫ് എ ആൻഡ് ബി എന്നുള്ളത് ഫോർമുല എന്താണ്? A+B/2 ആണ്. ജോമെട്രിക് മീൻ ഓഫ് എ ആൻഡ് ബി ഫോർമുല എന്താണ്? √AB ആണ്. ഓക്കെ, അരിത്തമെറ്റിക് മീൻ ഓഫ് എ ആൻഡ് ബി A+. ഇപ്പം നമ്പേഴ്സ് നമുക്ക് എയും ബിയും ആയിട്ട് എടുക്കാം. രണ്ട് സംഖ്യകൾ എയും ബിയും ആയിട്ട് എടുത്താൽ A+B/2 6.5 ആണ്. അവിടുന്ന് A+B എന്താണ് കിട്ടുക? 6.5ൻ്റെ ഇരട്ടി 13 ആണ് ആൻസർ വരിക അല്ലേ? 13 വരും. ഇനി അവയുടെ ജോമെട്രിക് മീൻ √AB എന്നുള്ളത് 6 ആണ്. അവിടുന്ന് AB 6ൻ്റെ സ്ക്വയർ 36 വരും. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ഇന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ചിട്ടോ ഒന്നും സോൾവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് കൺഫേം ചെയ്യാം. ഓപ്ഷനിലുള്ള രണ്ട് നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ 13 വരണം. അപ്പം 9 6 അല്ല, 9 5 14 ആണ്. 7 6 അല്ല, പിന്നെന്താ വരിക? 7 6 13 വരുന്നുണ്ട്. 7 6 13 വരുന്നുണ്ട്. 7 7 14, 7 6 13 വരുന്നുണ്ട്. പക്ഷേ പ്രോഡക്റ്റ് എന്തല്ല? പ്രോഡക്റ്റ് 36 അല്ല, 6 7 42 വരുന്നുള്ളൂ. അപ്പോൾ അത് പോയി. ഓപ്ഷൻ ഡി ആണ് ഇപ്പോൾ നമുക്ക് കൺഫേം ചെയ്ത് പറയാം. ശരിയല്ലേ? ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ശരിയാണല്ലോ? 9 4 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 13 കിട്ടുന്നുണ്ട്. 9 ഗുണം 4 36 ശരിയാണ്. 9 4 36. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ദിസ് ഈസ് അവർ 14th ക്വസ്റ്റ്യൻ. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. √2 + √2 + 2 cos 4θ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ cos 2θ എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് 2 cos² θ - 1 ആണ്. ശരിയല്ലേ? അപ്പോൾ അവിടുന്ന് നമുക്ക് എന്തെഴുതാം? 2 cos² θ എന്ന് പറയുന്നത് 1 + cos 2θ ആണ് എന്നെഴുതാം. ശരിയാണല്ലോ? 2 cos² θ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 + cos 2θ ആണ്. ആ ഒരു റിസൾട്ടിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. ആദ്യം നോക്കുക. √2 + ഈ റൂട്ടിനുള്ളിൽ നിന്ന് 2 ഇങ്ങോട്ട് പുറത്തെടുത്താൽ 1 + cos 4θ എന്നാണ് വരിക. ശരിയാണല്ലോ? അപ്പം 1 + cos 2θ ഒരു 2 കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 4θ ആയി. അപ്പോൾ അതേ ഇപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യണം? cos² θ കൂടെ ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1 + cos 4θയ്ക്ക് പകരം 2 cos² 2θ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √2 + √2 ഇൻറ്റു എന്ത് വരും? 1 + cos 4θയ്ക്ക് പകരം 2 cos² 2θ നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു √2 + √2 ഇൻറ്റു 2 4 cos² 2θ. ഓക്കെ, സോ √2 + ഈ 4ൻ്റെ റൂട്ട് 2 ആണ് വരിക. cos² 2θയുടേത് cos 2θ ആണ് റൂട്ട് വരിക. ഓക്കെ, രണ്ടിൻ്റെയും നമ്മൾ റൂട്ട് എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എഗെയിൻ നമുക്ക് 2 ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്താൽ 2 ഇൻറ്റു 1 + cos 2θ എന്നാണ് വരിക.
സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു 1 പ്ലസ് കോസ് 2 തീറ്റ. അത് നമ്മൾ ഡയറക്റ്റ് റിസൾട്ട് ആണല്ലേ. 1 പ്ലസ് കോസ് 2 തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് 2 കോസ് സ്ക്വയർ തീറ്റയാണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 കോസ് സ്ക്വയർ തീറ്റ. 2 ഇൻറ്റു 2 4ൻ്റെ റൂട്ട് 2 ആയിട്ട് പുറത്ത് വരും. കോസ് സ്ക്വയർ തീറ്റയുടെ റൂട്ട് കോസ് തീറ്റ. സോ 2 കോസ് തീറ്റ. ഓപ്ഷൻ സി ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓപ്ഷൻ സി 2 കോസ് തീറ്റയാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 16ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കിക്കേ. റൂട്ട് എക്സ് മൈനസ് 1/√x ഹോൾ റൈസ് ടു 6 വിപുലീകരിച്ചാൽ എക്സ് ഉൾപ്പെടാത്ത പദം ഏതാണ് എന്നാണ് ചോദ്യം. എക്സ് ഉൾപ്പെടാത്ത പദം എന്ന് പറഞ്ഞാൽ എന്താണ്? ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. എക്സ് ഇല്ലാത്ത ടേം എന്താണ് എന്നാണ് നമുക്കറിയേണ്ടത്. ഓക്കെ, ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ജനറൽ ടേം എഴുതുക. TR+1 ഇസ് ഈക്വൽ ടു NCR A⁻n−r B⁻r. സോ NCR എന്ന് പറഞ്ഞാൽ 6CR, A എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് റൈസ് ടു 6-r ഇൻറ്റു -1/√x B⁻r. ഓക്കെ, ഇപ്പോൾ റൂട്ട് എക്സ് ഒക്കെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരണം. -1/r ഇങ്ങോട്ട് മാറ്റി നിർത്താം. 6CR. ഇനി ബാക്കി വരിക റൂട്ട് എക്സ് റൈസ് ടു 6-r ബൈ റൂട്ട് എക്സ് റൈസ് ടു r ആണ് അല്ലേ. അപ്പോൾ A⁻m/A⁻n A⁻m-n അപ്ലൈ ചെയ്യുക. -1/r ഇൻറ്റു 6CR ഇൻറ്റു റൂട്ട് എക്സ് റൈസ് ടു 6-r -r എന്ന് വരും. ഇപ്പോൾ 6-2r എന്ന് വരും. ശരിയല്ലേ? 6-r -r താഴെയുള്ള r A⁻m/A⁻n എന്നുള്ളത് A⁻m-n ആണ്. അപ്പോൾ അത് പ്രകാരം 6-r r മുകളിലേക്ക് പോയി -r വരും. 6-r ന്ന് r കുറച്ചാൽ 6-2r ആണ് വരിക. ഇനി റൂട്ട് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് എക്സിനെ നമുക്ക് x⁻½ എന്ന് എഴുതാം. സ്ക്വയർ റൂട്ട് ഓഫ് എനി നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ദാറ്റ് നമ്പർ റൈസ് ടു ഹാഫ്. സോ അത് പ്രകാരം ഇതെങ്ങനെയാണ് വരിക? -1/r 6CR x⁻6-2r/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആവണം എന്നുണ്ടെങ്കിൽ, എക്സ് ഇല്ലാത്ത ഒരു ടേം ആവണം എന്നുണ്ടെങ്കിൽ എക്സിൻ്റെ പവർ എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലേ. x⁻0 ആണ് 1 വരിക. ശരിയാണല്ലോ, എക്സിൻ്റെ പവർ 0 ആവണം. അപ്പോൾ അതായത് 6-2r/2 = 0 ആവണം. അതായത് 6-2r 0 ആവണം. അവിടുന്ന് 2r 6 ആവണം. r = 3 ആവണം. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യുക? ആ ടേം കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് r-ന് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. TR+1-നകത്ത് r-ന് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ് വരിക? T3+1 T4. ഫോർത്ത് ടേം ആണ് ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. എത്രാമത്തെ ടേം ആണ് ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് ചോദിച്ചാൽ അത് ഫോർത്ത് ടേം ആണ്. പക്ഷെ ആ ടേം കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇപ്പോൾ എന്താ വരും? -1/r-ന് പകരം 3 ഇൻറ്റു 6C3. ഇനി ആ റൂട്ട് എക്സ് വരുന്ന സ്ഥലത്ത് നമ്മൾ കൊടുക്കണമെന്നില്ല അല്ലെ. എക്സ് വരുന്ന ടേംസിനൊന്നും നമ്മൾ കൊടുക്കണമെന്നില്ല. കാരണം അത് x⁻0 വരുള്ളൂ. അത് സിംപ്ലിഫൈ ചെയ്ത് എക്സിൻ്റെ പവർ 0 ആവുന്ന r-നെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, സോ -1³ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ്സ് -1. 6C3 20 ആണ്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് കണ്ടുപിടിക്കുക. താഴെ 1 × 2 × 3, മുകളിൽ 6 × 5 × 4. ഓക്കെ, സോ 23 6 ക്യാൻസൽ ആവും. -1 × I4 20. -20 ആണ് നമ്മുടെ ആൻസർ വരിക. -20 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ ഇത് വിപുലീകരിച്ച് കഴിഞ്ഞാൽ എക്സ് ഉൾപ്പെടാത്ത പദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -20 ആണ് നമുക്ക് ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് അഥവാ എക്സ് ഉൾപ്പെടാത്ത പദമായിട്ട് നമുക്ക് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 17ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 17. 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത്. വിവൃത ഗണങ്ങളുടെ ഏതൊരു സാന്ദ്രസമൂഹം G1 G2 etc. Gn-ക്കും ഇൻ്റർസെക്ഷൻ I = 1 to n Gi എന്നുള്ളത് വിവൃതമാണ്. ഒബ്വിയസ്ലി അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ സംവൃത ഗണങ്ങളുടെ ഏതൊരു സമൂഹം Fu അല്ലെങ്കിൽ F⁴ അതിന് ഇൻ്റർസെക്ഷൻ ആൽഫ F⁴ എന്ന് പറയുന്നത് എന്തായിരിക്കും? സംവൃതമായിരിക്കും.
രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, രണ്ടും ശരിയാണെന്നുള്ളതാണ് നമുക്ക് ആൻസർ വരിക. ഇത് രണ്ടും നമുക്ക് ഇൻ്റർസെക്ഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ബേസിക്കായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. റിയൽ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് അതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ രണ്ടും ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 18ാമത്തെ ചോദ്യം നോക്കിയോളൂ. വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി ഈസ് ഈക്വൽ ടു 0 ആണ്. മോഡ് എ ഈസ് ഈക്വൽ ടു 3, മോഡ് ബി ഈസ് ഈക്വൽ ടു 5, മോഡ് സി ഈസ് ഈക്വൽ ടു 7 ആയാൽ എക്കും ബിക്കും ഇടയിലെ കോണളവ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ എയും ബിയും ഒരു സൈഡിൽ കിട്ടണം, സീനെ അപ്പുറം എടുക്കാം അല്ലേ. അപ്പം എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താവും? മൈനസ് സി ആവും. ഓക്കെ, സോ രണ്ട് സൈഡിലും മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് വരിക? മോഡ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി എന്നാണ് വരിക. മൈനസ് പോയി കിട്ടും, മോഡ് സി എന്നാണ് വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. ഇവിടെയും നമ്മൾ സ്ക്വയർ എടുക്കുന്നു, ഇവിടെയും സ്ക്വയർ എടുക്കുന്നു. ഒരു വെക്റ്റർ സ്ക്വയർ എടുക്കുന്നതും ആ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസ് സ്ക്വയർ എടുക്കുന്നതും സെയിം ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. വെക്റ്റർ എ സ്ക്വയർ എന്ന് പറഞ്ഞാലും മോഡ് വെക്റ്റർ എ സ്ക്വയർ എന്ന് പറഞ്ഞാലും അത് രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം ഡോട്ട് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. ഐഡൻറ്റിറ്റീസ് ആപ്ലിക്കബിൾ ആയതുകൊണ്ടാണ്. സോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? മോഡ് എ സ്ക്വയർ. വെക്റ്റർ എ സ്ക്വയർ ആണ്, അത് മോഡ് എ സ്ക്വയറിന് ഈക്വൽ ആണ്. അടുത്തത് വെക്റ്റർ ബി സ്ക്വയർ ആണ്, അത് മോഡ് ബി സ്ക്വയറിന് ഈക്വൽ ആണ്. പ്ലസ് 2 എ ഡോട്ട് ബി ഈക്വൽ ടു മോഡ് സി സ്ക്വയർ. വെക്റ്റർ സി സ്ക്വയർ എന്നുള്ളത് മോഡ് സി സ്ക്വയറിന് ഈക്വൽ ആണ്. ഓക്കെ, ഇപ്പം അറിയാമെന്നുള്ള വാല്യൂസ് എല്ലാം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. മോഡ് എക്ക് പകരം 3 കൊടുക്കുക, 3 സ്ക്വയർ. മോഡ് ബിക്ക് പകരം 5 കൊടുക്കുക, 5 സ്ക്വയർ. പ്ലസ് 2 ഇൻറ്റു എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു മോഡ് സി സ്ക്വയർ. മോഡ് സി 7 ആണ്, 7 സ്ക്വയർ. ഇത് നമ്മൾ സിമ്പിളാക്കി എടുക്കുക. അതായത് 9 പ്ലസ് 25 പ്ലസ് 2 ഇൻറ്റു എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 7 സ്ക്വയർ ഈസ് 49. സോ 2 ഇൻറ്റു എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 49 മൈനസ് 9 മൈനസ് 25 അല്ലേ. സോ 2 ഇൻറ്റു എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 49 9 പോയാൽ 40, 40ൽ നിന്ന് 25 കുറച്ചാൽ 15. ഓക്കെ, ദെൻ അവിടുന്ന് എ ഡോട്ട് ബി നമുക്ക് എന്താണ് കിട്ടുക? എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 15/2. എ ഡോട്ട് ബിയുടെ ഫോർമുല എന്താണ്? മോഡ് എ മോഡ് ബി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 15/2. മോഡ് എക്കും മോഡ് ബിക്കും കൂടെ അഗൈൻ വാല്യൂ കൊടുക്കുക. മോഡ് എ എന്ന് പറഞ്ഞാൽ 3, മോഡ് ബി 5. സോ 3 ഗുണം 5 ഇൻറ്റു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 15/2. 5 15ഉം 15ഉം തമ്മിൽ വെട്ടാം. കോസ് തീറ്റ നമുക്ക് എന്ത് വരും? ഹാഫ് വരും. ഓക്കെ, കോസ് തീറ്റ ഹാഫ് ആണെങ്കിൽ അവിടെ നമുക്ക് ക്ലിയർലി എന്ത് പറയാം? തീറ്റ ഇസ് ഈക്വൽ ടു കോസിന് ഏത് ആംഗിളാണ് ഹാഫ് വരിക? കോസ് 60 ഡിഗ്രീസ് ആണ് ഹാഫ് വരിക. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/3 റേഡിയൻസ്. ശരിയല്ലേ? സോ π/3 റേഡിയൻസ് ഉണ്ടോ എന്ന് നോക്കിക്കേ. ഓപ്ഷൻ എ π/3 ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 18 ചോദ്യങ്ങളും നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേപോലെ ഉപകാരപ്രദമായ MCQസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.